وصلى الله على نبينا محمد وآله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, എൻ്റെ ആത്മസുഹൃത്ത് ഈസാ മൗലവി സാഹിബ് അവர்கள் പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനത്തിൻ്റെ അർത്ഥം പറയാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഇതുപോലെയുള്ള സദസ്സുകളിൽ ക്ഷണിക്കപ്പെട്ടാൽ ഞാൻ ആ വിഷയം കാര്യമായി കണക്കിലെടുക്കൽ പതിവാണ്. പക്ഷെ അത് മാത്രം പോരാ, അഷ്ഹദു എന്നതും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മാത്രം ചൊല്ലിയാൽ പോരല്ലോ, അഷ്ഹദു അന്ന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ചൊല്ലേണ്ടത്. അത് കാര്യമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അവൻ മാത്രമേ ഉള്ളൂ അതിനർഹൻ എന്ന വിഷയത്തിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. സാക്ഷ്യം വഹിക്കുക, ഒരു കാര്യത്തിന് ഒരാൾ സാക്ഷിയാകൽ എങ്ങനെയാണ്? ആദ്യമായി ആ കാര്യം നല്ലവണ്ണം ബോധ്യപ്പെടുക, മനസ്സിലാക്കുക. എന്തെല്ലാം തർക്കങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നാലും മനസ്സിന് ഇളക്കം തട്ടാത്ത വിധത്തിൽ മനസ്സിൽ അത് ഉറക്കുക. പിന്നെ അത് തുറന്നു പറയുക. അതിനെതിരായി എന്തെങ്കിലും കേട്ടാൽ അവിടെ അതിന് ന്യായമായ നിലയിൽ നേരിടുക. ആക്ഷേപങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുക. പിന്നെ അതനുസരിച്ച് ജീവിക്കുക. ഇതെല്ലാം കൂടി ആകുമ്പോഴേ ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കൽ നിറവേറുകയുള്ളൂ. അല്ലാതെ നമ്മളത് തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷിച്ച് എല്ലാ പള്ളികളിൽ നിന്നും ദിവസേന 10 പ്രാവശ്യം അല്ല, അഷ്ഹദു കൂടാതെ ബാങ്കിന്റെ അവസാനത്തിൽ ഒരു പ്രാവശ്യം, അപ്പൊ 15. എല്ലാ പള്ളികളിൽ നിന്നും ഉറക്കെ വിളിച്ചു പറയുന്നു. കേട്ടവരൊക്കെ അത് ശരിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു നിലയിലാണ് അള്ളാഹു ഈ കാര്യം വെച്ചിരിക്കുന്നത്. ഇത് നാം നിത്യേന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഈ ബാങ്ക് വിളിക്കൽ. സമൂഹം ഒട്ടാകെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവവും നടപടിയും പരിശോധിച്ചാൽ അതിന് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അഷ്ഹദു എന്നതും കൂടി കണക്കിലെടുത്താൽ വളരെ ഗൗരവത്തിലാണ് വരുന്നത്. അതായത് അല്ലാഹു ആകുന്ന ഇലാഹ്, വേറെ ഇലാഹില്ല എന്ന വിഷയത്തിന് നമ്മൾ ഓരോരുത്തരും സാക്ഷിയാകണം. ഇതൊരു മന്ത്രോച്ചാരണമല്ല. ഓരോരുത്തരും അവനവന്റെ കാര്യം പറയണം. ഞാൻ അതിന് സാക്ഷിയാണെന്ന് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട് പറയുന്നു, നീ ഓരോരുത്തരും പറയുന്നു. അപ്പൊ എങ്ങനെയാണത് എന്നറിയേണ്ട ഒരു സംഗതിയാണ്. ആദ്യമായി അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് വെച്ചാൽ എന്ത് എന്ന് പറയട്ടെ. ഇലാഹി എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടുവാൻ അർഹൻ എന്നർത്ഥമാണ്. അത് അല്ലാഹുവേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നാണ് പറയുന്നത്. എന്താ ആരാധന? അത് മനസ്സിലായാലല്ലേ ഈ വിഷയം മനസ്സിലാക്കാൻ നിവൃത്തിയുള്ളൂ. ആരാധന എന്ന് വെച്ചാൽ എന്ത് എന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ ആശയം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാചകത്തിൽ, വളരെ ലളിതമായ വാചകത്തിൽ, മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതനുഷ്ഠിച്ച് ജീവിക്കാനും പ്രയാസമില്ല. അങ്ങനെയാണ് കാര്യം. അത് വളരെ പ്രയാസമാണെന്ന് പറയുന്നവരും പ്രയാസമാക്കി തീർത്തവരും ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ശരിയായിട്ടുള്ളത് വിശദീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഏതൊരു കാര്യം പറഞ്ഞുവോ അതിനെപ്പറ്റി അല്ലാഹുവിന്റെ റസൂൽ വല്ലതും വിശദീകരിച്ചിട്ട് കണ്ടാൽ അത് തന്നെയാണ് അതിന്റെ ആശയം എന്നുള്ളത് ഉറപ്പാ. എന്താണ്?
ആ വിശദീകരണവും അള്ളാഹു തന്നെ പഠിപ്പിച്ചത് നബിയെ. പരിശുദ്ധ ഖുർആൻ നബിയെ പഠിപ്പിച്ചത് അള്ളാഹു ആണ്. ഖുർആന്റെ വിശദീകരണം നബിയെ പഠിപ്പിച്ചതും അള്ളാഹു തന്നെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു. സുമ്മ ഇന്ന അലൈനാ ബയാനുഹു, അതിന്റെ വിശദീകരണം നബിയെ പഠിപ്പിക്കേണ്ട ചുമതല നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ അങ്ങുന്നിങ്ങോളം നോക്കിയാൽ 100 കണക്കിന് ആയത്തുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നത്. എന്താണ് ഇബാദത്ത് എന്നതിനെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം വളരെ ലളിതമാണ്. ഖുർആനിലും ഹദീസിലും ഇതിന്റെ വിശദീകരണം വന്നിട്ടില്ലെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഭയങ്കരമായ നന്ദികേടാണ്, നിഷേധമാണ്. ഈ അത്ഭുതമാണ് ആ കാര്യം. ഖുർആനിലും ഹദീസിലും പറ്റി വിശദീകരണം ഇല്ലാന്ന് ഒരു വലിയ മഹാപണ്ഡിതൻ എഴുതി ആരൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നു. എത്ര ഭയങ്കരമായ നന്ദികേടാണിത്. എന്താണ് റസൂൽ പറഞ്ഞതെന്ന് അറിയുമോ? അദ്ദുആഉ വൽ ഇബാദ. ഖലാസ്, ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാചകം, അത് മതി. അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അതല്ലേ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. ഇതെന്താ പ്രാർത്ഥന? അവിടെയും ചിന്താക്കുഴപ്പം ഇളക്കിവിട്ടിരിക്കുന്ന ചില ആളുകൾ. ഒരാൾ വയൽ പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണു പോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും മുഹദ്ദീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ, അതുപോലെ മറ്റതിനും ആക്ഷേപമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രാസംഗികൻ. അങ്ങനെ ആകെ കുഴച്ചു മറിച്ച് നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കൽ ആവശ്യമായി വന്നു. ശരി, പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയലില്ലല്ലോ. ഈ പച്ചപരമാർത്ഥത്തിൽ നേർക്കുനേരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ള കാര്യം. നമ്മളൊരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയുകയാണ്, ഇതാ ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിച്ച് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, പറയലില്ല. അപേക്ഷിക്കുക എന്ന് പറയും. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത് തന്നെ കാര്യം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. എന്ത് അടിസ്ഥാനമാണ്, അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി. ഞാൻ ഉദാഹരണം പറയാം. ശക്തിയായി കാഴ്ചടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ഞു വരികയാണ്. അതിങ്ങോട്ട് പറഞ്ഞു വീണാൽ വീട് തകരും, വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല. ഇതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരാഗ്രഹം ഇളകി വശമാവില്ല മനുഷ്യർക്ക് അതുണ്ടാവും. പോത്തിനും പൂരിക്കും അതുണ്ടാവില്ല. മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത്. ശരി, ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇതിന്റെ ആശയത്തിൽ വരുന്നത്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീക്കായിൽ എന്ന മലക്ക്, ഇത് ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീക്കായിൽ എന്ന മലക്കിനോട്, ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന മലക്ക്, ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങി എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോവുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ,
അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചുവിടണേ എന്നിങ്ങനെ മീക്കായിൽ എന്ന മലക്കിന് വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇതൊന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ച് തേടുന്നത് വിഡിത്തം പോയത്തല്ലേ അത്. ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. ഇത് അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷേഖിനെ ആരാധിച്ചു. ഇവിടെ വലിയൊരു ചിന്താക്കുഴപ്പം സമൂഹത്തിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണ്? ചെറുപ്പത്തിൽ പള്ളിദർസിൽ കിതാബ് കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിൽ സംശയം ചോദിക്കുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതിന് നമ്മൾ സമ്മതിക്കുന്നുമില്ലല്ലോ, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചീത്ത പറയും. കുറെ പറഞ്ഞിട്ട് മതിയാക്കിയപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ചോദിച്ചത് ഉസ്താദിന് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി. ദയവുണ്ടായി എന്റെ സംശയം തീരത്തക്ക എന്തെങ്കിലും പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, എടാ, മുഹീദ്ദീൻ ഷേഖ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂരപ്പൻ അള്ളാഹുവിന് വെറുക്കപ്പെട്ടവനാണെന്നും നിനക്ക് അറിഞ്ഞൂടെയോ എന്ന് ചോദിച്ചു. അതാണ് കാര്യമല്ലേ. യഥാർത്ഥത്തിൽ എനിക്കത് അറിഞ്ഞൂടട്ടോ. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാം, അയാളോടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവിടുത്തെ എനിക്ക് അടികൊള്ളൂ. എനിക്കത് അറിഞ്ഞൂടാ. അതാണോ കാര്യം? പിന്നെന്താ? എന്നാൽ പിന്നെ ഈസാ നബിയെ വിളിച്ചു തേടുന്നത് എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞടാ, കുരുത്തം കെട്ടവന്, നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു പോയോ? തലയൊന്നും തിരിഞ്ഞിട്ടില്ല, കാര്യം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ? അപ്പൊ ഇവരുടെ അടുക്കൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമില്ല, അള്ളാഹുവിന് വെറുക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമുള്ളൂ എന്നാണ്. പക്ഷെ കുറച്ചുകൂടി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇസ്മിന്റെ പണിയിച്ചിട്ടൊന്നുണ്ടല്ലോ ഇവർക്ക്, പൽസമാത്ത്. അതില് ജിന്നിനോടും ഷെയ്ത്താനോടും ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇവർ എഴുതി കൊടുക്കുന്ന ചില ഐക്കല്ലുകൾ നമ്മൾ നോക്കിയതിൽ അതിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് തന്റെ എല്ലാ മന്ത്രവാദികളുടെയും വീട്ടിൽ പിശാചിനെ ആരാധിക്കുന്ന ഒരു മണ്ഡപം ഉണ്ട്. അത്ര വരെ മോശമാണ് കാര്യം. അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വം, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതാണ് നമുക്ക് പറ്റിയ സർവ്വ കഴിവിന്റെയും